ഗായത്രി യെസ് എന്നാണ്ട് സുഖം തൃശ്ശൂർ ഭാഷയെല്ലാം കൂടെ പൊളിച്ചല്ലോ ആണോ താങ്ക് യു കുറച്ചു മുമ്പ് ചാക്കോച്ചനോട് വന്നിരുന്നിട്ട് ഗായത്രിനെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഗായത്രി എന്ത് പറയണം, ചാക്കോച്ചൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, എനിക്ക് ചാക്കോച്ചനെ പോലത്തെ ഒരു നല്ലൊരു ആക്ടർ കൊടുത്ത് അഭിനയിക്കും അങ്ങനെയൊക്കെ പറയണം. ചാക്കോച്ചൻ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, ഇത് ഞാൻ എന്റേതായ രീതി പറയാണ്. ഇനി തുടങ്ങിയാലോ നമുക്ക്? പിന്നെ തുടങ്ങാലോ. അപ്പം ആദ്യം തന്നെ നമ്മുടെ ചാക്കോച്ചനോട് ചോദിച്ച പോലെ തന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ ജമുന പ്യാരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമായിരുന്നു? അറിയാമായിട്ട് പിന്നെ അല്ലല്ല സ്ക്രിപ്റ്റ് റൈറ്റർ എന്നെ വിളിച്ചിട്ട് ഞാൻ അതാ ചോദിച്ചത്, ഈ സിനിമയായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ. ഓ സിനിമ തുടങ്ങുന്നതിന് മുമ്പല്ല, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ജമുന പ്യാരി എന്ന് ഈ കഥ വെറുതെ ഇരിക്കുമ്പോ എനിക്കറിയാവുന്ന അതെനിക്കറിയില്ല. അതായത് വെറുതെ ഇരിക്കുമ്പോ നാട്ടുകാരൊക്കെ ജമുന പ്യാരിനെ പറ്റിയാണല്ലോ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചത് ഈ സിനിമ ജമുന പ്യാരി എന്ന് പറഞ്ഞ ഈ സിനിമ അത് എത്തുന്നതിന് മുമ്പ് അറിയുന്നില്ല. ഞാൻ കരുതി ഞാൻ മാത്രമേ ഇത് അറിയാത്ത, എല്ലാവർക്കും കുറെ പേരുണ്ട് നമ്മുടെ ലിസ്റ്റിൽ. ആർക്കും അറിയണ്ടായിരുന്നില്ല. അത് ആ ട്രെയിലറിൽ വളരെ വ്യക്തമാണ്. ആരോട് ചോദിച്ചാൽ ജമുന പ്യാരിയോ, അത് നീ അപ്സര തിയേറ്ററിൽ എടുത്ത് പോയി. എനിക്കതൊക്കെ രസമെന്നറിയോ, ആരോടോ ഏതൊരു ചേട്ടനോട് ചോദിച്ചു, അത് മറ്റേ കുമാറിന്റെ പേരല്ലേ എത്ര, യമുനയാണോ? യമുന ചേച്ചിയാണോ? അതന്നെയാണ് എല്ലാവരുടെ റിയാക്ഷനും. എന്തായാലും സിനിമ ചാക്കോച്ചന്റെ കൂടെ തന്നെ ഒരു തുടക്കം ഭയങ്കര ഗംഭീരമായി. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ചാക്കോച്ചൻ മലയാളത്തിലെ എല്ലാവരും ഒരു ഡ്രീം ബോയ് എന്നൊക്കെ പറയാറുണ്ട്, എല്ലാവരുടെയും ഭയങ്കര അല്ലേ? അത് എന്താ ശരിക്കും അങ്ങനെ തന്നെ കേട്ടോ. ശരിക്കും ഒരു ഭയങ്കര ഒരു ആഠിത്യമുള്ള ഒരു ആളാണ് ചാക്കോച്ചൻ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാ ഭയങ്കര കോമിക്കലാണ്, ഭയങ്കര തമാശക്കാരനാ. നമ്മൾ ഈ സെറ്റിൽ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഉണ്ടല്ലോ, ഭയങ്കര വലിയ കാസ്റ്റ് ആണ് സിനിമയില്, അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഭയങ്കര തമാശയാണ്. അതായത് സുരാജേട്ടൻ ഉണ്ടാവും, ഓഡിയൻസ് ഉണ്ടാവും ഷൂട്ടിംഗ് കാണാനായിട്ട്. സുരാജേട്ടൻ കോമഡി മിമിക്രി കാണിക്കും, ഓഡിയൻസ് കൈയടിക്കും. അപ്പൊ അങ്ങനത്തെ അങ്ങനെ. പിന്നെ ഞങ്ങളുടെ വേറൊരു ഇതെന്താ വെച്ചാ മാങ്ങ സീസൺ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഞങ്ങള് ഷൂട്ടിംഗ് നടക്കുന്ന വീട്ടില് ഒരു മാവുണ്ട്, അപ്പൊ ഫുൾ പച്ചമാങ്ങ. അപ്പൊ അത് പൊട്ടിക്കുക, അത് എന്താ മുറിക്കുക, ഉപ്പ് മുളക് എണ്ണ എല്ലാരും കൂടി അത് കഴിക്കുക. പിന്നെ ചക്കയിൽ തേൻ, ഇതൊക്കെയാണ് മെയിൻ കലാപരിപാടികൾ. മെയിൻ ആയിട്ട് തീറ്റ മത്സരമായിരുന്നു എന്നർത്ഥം. തീറ്റ നന്നായിട്ട് അതെ. വേറെ കാര്യം പറഞ്ഞല്ലോ, സെറ്റിൽ വെച്ച് ഊണിന് പൈസ കൊടുത്തു ഞാൻ അറിഞ്ഞല്ലോ. ഈശ്വരാ ഭയങ്കര സീനായിരുന്നു. അതായത് ആദ്യത്തെ ദിവസമായിരുന്നു ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ. അപ്പൊ ഞാനും അമ്മയും എല്ലാരും ഇന്ന് ഭക്ഷണം കഴിക്കുക. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കാണാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ചമ്മലും ഉണ്ട്. അല്ല ഇവരൊക്കെ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ അതിന്റെ ചമ്മലുണ്ട്. എങ്ങനെ കൂടുതൽ കഴിക്കുക. അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സുരാജേട്ടൻ, എടാ ഇതെന്റെ 500 രൂപ കേട്ടാ, ബാക്കി പപ്പടത്തിന്റെ നാളെ തരാന്ന് പറഞ്ഞു. ഞാനും അമ്മയും കിളിപോയി, ഒരു ചോറിന് 500 രൂപ. അപ്പൊ ഞാൻ മോട് അമ്മ പേഴ്സ് എടുത്തുണ്ടോ? അപ്പോഴേക്കൊരു ചേട്ടൻ അടുത്തേക്ക് വന്നിട്ട്, മോളെ ചോറിനി വേണോ? വേണ്ട ചേട്ടാ മതി. അല്ല എക്സ്ട്രാ ചോറ് കിട്ടും. എക്സ്ട്രാ ചോറ് കിട്ടാ, പക്ഷെ എനിക്ക് മതി പറഞ്ഞു. അപ്പൊ പക്ഷെ കൊടുത്തില്ലേ. ഞാൻ പറഞ്ഞു അവര് ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ, നമുക്ക് അപ്പ കൊടുക്കാലോ. അതോടുകൂടി ക്ലോസ് ആയി. ഇങ്ങനെ ഓരോ സാധനങ്ങളായിരുന്നു സെറ്റിൽ മൊത്തം. നന്നായി തേപ്പ് കിട്ടിയിട്ടുണ്ട്. മണ്ടി ആണല്ലേ അത്യാവശ്യം. എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ആണല്ലേ? അതെ. മനസ്സിനെ അതെ. ഞാനിപ്പോ തൃശ്ശൂർ ആരെങ്കിലും പറഞ്ഞു, ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മുമ്പിൽ ഭയങ്കര ക്യൂ വന്ന് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിട്ട്. കാര്യത്തിൽ ആ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സൗത്ത്, പക്ഷെ ആ ബ്രാഞ്ച്, ഞാൻ ബ്രാഞ്ചിലല്ല, വേറെ ഹെഡ് ഓഫീസിലല്ലേ? അവിടെ അക്കൗണ്ട് എടുക്കാൻ പറ്റും അറിയാൻ വേണ്ടി ഈ പടം കണ്ടതിന് ശേഷം ഫാനായിട്ട് കുറെ ആൾക്കാർ ക്യൂ നിൽക്കുന്നു പറയുന്നുണ്ട്. അത് വേറൊന്നല്ല, ഞങ്ങളുടെ ഹെഡ് ഓഫീസിന് തൊട്ട് അപ്പുറത്താണ് ATM. ഇതിന് പൈസ എടുക്കാൻ വരുമ്പോ നിക്കണ ആൾക്കാരായിരിക്കും ക്യൂല്. അല്ലാതെ ഫാനായിട്ട് മാറി അങ്ങനെ ഒന്നുമല്ല. ഞാൻ തന്നെ അങ്ങനെ പറയുമ്പോൾ സിനിമ കണ്ടിട്ട് എന്ത് പറഞ്ഞു ഓഫീസിലെ ആൾക്കാരൊക്കെ? എന്നോട് എന്നെ അടുത്തറിയുന്ന ആൾക്കാരും എന്താ പറയാ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞത്, എന്താ ഈ കാണുന്ന കുട്ടി തന്നെയാണ് സ്ക്രീനിൽ എന്ന് പറഞ്ഞത്. നിനക്ക് നിന്റെ ആക്ടിങ് അസസ് ചെയ്യാൻ പറ്റില്ല, നീ ഇപ്പൊ എങ്ങനെയാണോ അത് തന്നെയാണ് സ്ക്രീനിലും എന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ളവര് കാണാത്തവര്, അതായത് എന്നെ ആദ്യമായിട്ട് കാണുന്നവര് പറഞ്ഞു നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് സമാധാനമായി. ഇപ്പൊ എനിക്കിത് രണ്ടും പറയാൻ തോന്നുന്നുണ്ട്. ഇതുപോലൊക്കെ തന്നെ ഒരു മാറ്റമില്ല, ഇങ്ങനെ തന്നെ അവിടെ കയറി അഭിനയിച്ചിട്ട് പോന്നേക്കുന്നത് അല്ലേ? സത്യം. എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിങ് എന്ന് വെച്ചാല്? ഇപ്പം ജമുന പ്യാരി മലയാളികൾ മൊത്തമായിട്ട്
എടുത്തു പറയുന്ന ഒരു പേരാണ്. ഇപ്പൊ മലയാളികൾ ആരോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയും ജമുനാപ്യാരി എന്ന് പറഞ്ഞാൽ ഒരു ആടാണ്, ചെവിക്ക് നീളമുള്ള ഒരു ആടാണെന്ന് എല്ലാവരും പറയും. അപ്പൊ ഇത്രയും ഒരു ഹിറ്റും കൊണ്ടാണ് ഗായത്രി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു? ഞാൻ വളരെ ദീർഘിച്ചൊരു ചോദ്യം ചോദിച്ചത്. താങ്കൾ വളരെ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. ഇല്ല ഇല്ല. അപ്പം ഈ കറക്റ്റ് ബുദ്ധിപരമായ മറുപടികൾ കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ആദ്യത്തെ സിനിമ ഹിറ്റായ ഫീലിംഗ് അത് ഇല്ല, തുടങ്ങുമ്പോ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഹിറ്റ് ആവുന്ന ഒരു വടി തരുമോ? അങ്ങനെയല്ല, വിശ്വാസം അതല്ലേ എല്ലാം. അതെ, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഈ സിനിമയുടെ ഏറ്റവും വലിയ മെസ്സേജ് തന്നെ അതാണ്. അപ്പൊ നമ്മള് മനസ്സിലിപ്പോ എന്താ പൊട്ടുന്ന പൊട്ടുന്നു അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പൊട്ടും. പക്ഷെ നേരെ മറിച്ച് ഹിറ്റാവും എന്തായാലും ഹിറ്റാവും മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റാവും. പിന്നെ അത് മാത്രല്ല, ഞാൻ സിനിമ ഫുള്ള് ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ എടുത്ത ഒരു ഹാർഡ് വർക്കും സിൻസിയറിറ്റി എന്നുള്ളൊരു സംഭവം എന്തായാലും ഇറ്റ് വിൽ പേ ഓഫ്. അപ്പൊ അതാണ് അതിന്റെ റിസൾട്ട് ആണ് ഈ സിനിമയുടെ വിജയം. ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ചാക്കോച്ചൻ ഈ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, വളരെ ഇതിനകത്തൊരു പോയിന്റഡ് ഡയലോഗ്. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു. പിന്നെന്താ, തൃശ്ശൂർ ഭാഷ പറയണം. ഞാനത് വാസൂട്ടിനോട് പറയണ പോലെ പറയാം. വാസൂട്ടൻ ക്യാമറ ക്യാമറയോട് പറഞ്ഞു. അതെ വാസൂട്ടാ, ഈ നടക്കില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന ലോകത്ത് ഒരു കാര്യം നടക്കില്ല. നടക്കും വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയാലോ നടക്കാത്ത കാര്യമില്ല. ഓക്കെ, ഇതില് വളരെ ചുരുങ്ങിയ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 3 പാട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഏതെങ്കിലും ഇതിൽ വന്നായിരുന്നോ? ഞങ്ങളൊരു ട്രാവൽ സോങ് ഉണ്ട്, ജംന പ്യാരി അതിലുണ്ട്. അതില് ചെറിയ സംഭവത്തിൽ. പിന്നെ എല്ലാ പാട്ടുകളും അതിൻ്റെതായ ഒരു ഇതില് നല്ല അടിപൊളിയായിട്ടോ. വാസൂട്ടിന്റെ പാട്ടായാലും ആദ്യത്തെ സിനിമ തൃശ്ശൂർ ഭാഷ പാട്ടാണ് വാസൂട്ടൻ. മുരുകപ്പ എന്ന് പറഞ്ഞ പാട്ടാണെങ്കിലും സോണിയ അഗർവാള് ചെയ്തൊരു പാട്ടാണ്. അതിൽ തന്നെ റോജ മാം ഉണ്ട്. ഭയങ്കര ഒരു പിന്നെ ചാക്കോച്ചന്റെയും നീരജിന്റെയും ഞെട്ടിക്കണ പെർഫോമൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷനിൽ ഡാൻസ് ചെയ്തൊരു പാട്ടാണ്. അതുപോലെ തന്നെയാണ് ജമുന. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു രസമുണ്ട് കേൾക്കാൻ. ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ അഭിനയിച്ചപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര രസമായിട്ട് തോന്നിയില്ലേ? അവര് സപ്പോർട്ട് ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു, എടാ ഗായത്രി ഇത് ഇങ്ങനെയല്ലടാ ചെയ്യേണ്ടത്, ആരൊക്കെ പറഞ്ഞു? ചാക്കോച്ചൻ പറഞ്ഞു? അല്ല, അങ്ങനെയല്ല. ഈ സിനിമയിൽ എന്തൊരു പ്രത്യേകത എന്ന് അറിയോ, എല്ലാവരും അതേപോലെ തന്നെയാണ് സിനിമയില്, ഭാഷ മാത്രം വ്യത്യാസം വന്നു. ഈ തൃശ്ശൂർ ഭാഷ അവര് സംസാരിക്കാൻ വേണ്ടി ഗായത്രിക്ക് ഹെൽപ്പ് ചെയ്തു അവരെ? അതിൽ ഓൾറെഡി തൃശ്ശൂരുകാരിയാണല്ലോ, പിന്നെന്താ അതേ ഭാഷ നമ്മള് പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. പിന്നെന്താ, അതായത് ഇപ്പൊ ചില ഈ ചെറിയ കാര്യങ്ങളാണ് ഈ ഭാഷകൾക്ക് ഭയങ്കര വ്യത്യാസം വരുന്നത്. അപ്പൊ നമ്മള് ഞാനിന്ന് അങ്ങോട്ട് പോയി, അങ്ങനെയല്ല. തൃശ്ശൂർ ഭാഷ എന്ന് പറയുമ്പോ ഞാനിന്ന് അങ്ങോട്ട് പോയി, അതാണ് ആ ഡിഫറൻസ് വരുത്തുന്നത്. നീ ഇങ്ങ് വന്നേന്നല്ല, നീ ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇങ്ങ് എന്ന് പറഞ്ഞാ ആ തൃശ്ശൂർ ഭാഷ പോയി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് അത് ഇങ്ങല്ലല്ലോ ഇങ്ങടല്ലേ, ഞാൻ അങ്ങനെ പറയും. അപ്പൊ അത് അവര് ആ ഒരു ശരിക്കും പോസിറ്റീവായിട്ട് എടുത്ത് ചെയ്യാറുണ്ട്. എനിക്ക് എന്നറിയോ, ഈ ജമുനാപ്യാരി എന്ന് പറഞ്ഞാൽ ഈ പടം കണ്ടതിന് ശേഷം ഇപ്പൊ കുറച്ചൊക്കെ ഞാനും തൃശ്ശൂർ ഭാഷ സംസാരിച്ച് തുടങ്ങിയോ എന്നൊരു സംശയം. ഇങ്ങനെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ വേറെ എന്താ? പിന്നെ എന്തൊക്കെയാണ് മറ്റ് വിശേഷങ്ങൾ? ഏതെങ്കിലും പുതിയ ഓഫീസ് ഒക്കെ വന്നു തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ ഞാൻ ബാങ്കിൽ തിരിച്ച് ജോയിൻ ചെയ്തു. കുറച്ചു കാലം ബാങ്കറായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. അവിടെ തന്നെ ആയിരുന്നില്ലേ? അതെ, 2 വർഷമായിട്ട് വർക്ക് ചെയ്യാ. അപ്പൊ 2 മാസം ഞാൻ മാറി നിന്നല്ലോ ബാങ്കിൽ നിന്ന്. ഇപ്പൊ 2 മാസം ബാങ്കിൽ ഇരിക്കാന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഈ ഒരു സിനിമ വന്നത്? സിനിമ വന്നത് നേരത്തെ തന്നെ ചാക്കോച്ചന്റെ വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഘ്നേഷ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിലുള്ള ഒരു കുട്ടി തന്നെ. അപ്പോ ആ സിനിമ എന്താ വെച്ചാൽ നടന്നില്ലേ തോന്നുന്നു, എനിക്ക് ഡിലേ ആയത് എന്തോ തോന്നുന്നു. അപ്പോഴാണ് ഈ സിനിമ വരുന്നത്. അപ്പൊ തൃശ്ശൂർ ഭാഷ സിനിമ എന്ന് പറഞ്ഞപ്പോ ചാക്കോച്ചൻ തന്നെയാണ് പറഞ്ഞത്, ഓക്കെ എന്നാ ഗായത്രീനെ നോക്കിയാലോ. അങ്ങനെ ചാക്കോച്ചൻ തന്നെയാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കണേ. ഞാൻ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പാജന്റ് ഗ്രൂമിങ്ങിൽ പങ്കെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അന്ന് ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡിന്നർ കഴിക്കുമ്പോഴാണ് ചാക്കോച്ചനെ വിളിക്കണേ. എന്ത് കാര്യം സംഭവിക്കുമ്പോഴും ഭക്ഷണമുണ്ട്. ഭക്ഷണം ഒരു മേജർ സംഭവം തന്നെയാണ്. അവ കഴിക്കുമ്പോഴാണ് ചാക്കോച്ചൻ വിളിച്ചത്. ഹലോ, ഞാൻ കുഞ്ചാക്കോവനപ്പോ ഹലോ സാർ പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സാറിന്ന് വിളിക്കണ്ട. ഞാൻ ഓക്കെ സോറി ചാക്കോച്ച പറയൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, എല്ലാ ഫാക്ടേഴ്സും ഒത്തു വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ പടം ചെയ്യാം എന്ന് പറഞ്ഞു. കിളി പറ്റിച്ചെന്ന് തോന്നിയില്ലേ? കിളി നമ്പർ ഉണ്ടായിരുന്നോ കയ്യില്?
ഇല്ല. അന്നേരം ഈ ദിവസം ഈ റേഡിയോ കഥ കേൾക്കുന്നില്ല, എല്ലാരും വിളിച്ച് പറ്റിക്കുന്നത് ഞാൻ മോഹൻലാലാണ് സംസാരിക്കുന്നത്. ശബ്ദം കേട്ട് നമുക്കറിയാലോ, കാലങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ശബ്ദം. കുഞ്ചാക്കോബൻ തന്നെ കുഞ്ചാക്കോബന്റെ മ്യൂസിക്കാരെടുക്കുന്ന സൗണ്ട് ഇട്ട് പേടിച്ചിട്ടുണ്ട്. അതാണ് കറക്റ്റ് സൗണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കാക്ക കുളിച്ചാ കൊക്കാവില്ലല്ലോ. അല്ല, ഇതിൽ ആരാ കാക്കാന്ന് ഉദ്ദേശിച്ചേ അത് പറ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരാളുടെ റിയൽ ഒരാള് തന്നെയാണ്. അങ്ങനെ അത് വേറൊരാൾക്ക് എന്തായാലും പറ്റില്ല. എത്ര ചായ ഉണ്ടെങ്കിലും എത്ര സമയം ഉണ്ടെങ്കിലും സൗണ്ടിലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചാക്കോച്ചൻ നമ്മൾ പണ്ടൊട്ടേ ആരാധിക്കുന്ന ഒരു ഇതാണല്ലോ, താരാണല്ലോ, മാറില്ല ഒരിക്കലും. നീരജ് ആയിട്ടുള്ള എങ്ങനെ ഉണ്ടായിരുന്നു? നീരജ് മാധവ്, സുരാജേട്ടൻ. നീരജ് എന്താ പറയാ, നീരജും സുരാജേട്ടനുമാണ് തേപ്പിന്റെ ആശ. എന്താ പറയാ, തേച്ച് കൊല്ലു തന്നെ. ഞാൻ എന്ത് പറഞ്ഞാലും ഓട്ടനെ. അവർക്ക് തേപ്പടി ഉണ്ടോ? ഇത് തൃശ്ശൂർ ഭാഷയാണ് മാം. ഇങ്ങനെ ഭയങ്കര തേപ്പായിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും എന്ത് ചെറിയൊരു അതിലൊരു പൊട്ടത്തരം കണ്ടുപിടിച്ച് അവരിങ്ങനെ പൊട്ടത്തരം തന്നെ പറഞ്ഞിട്ട്, പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്ത് പറയും. അതായത് നമ്മൾ എല്ലാവരും മുമ്പിൽ ഒരു കുട്ടിയെ സ്വന്തം തന്നെ ഒരു ഇതുണ്ട്. അല്ലല്ല, ഞാൻ എന്താ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. ചിലർക്ക് മണ്ടത്തരമായി തോന്നാം. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് നാച്ചുറൽ ആയിട്ട് എനിക്കും ഫീൽ ചെയ്തു. വളരെ നാച്ചുറൽ ആയിട്ട്, ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് അഭിനയിക്കുന്നു. അത് തൃശ്ശൂർ ഭാഷ ആയതുകൊണ്ടാണ് കേട്ടോ കൂടുതലും. കോട്ടയായിരുന്നെങ്കിൽ വിറച്ചേനെ. കോട്ടയായിരുന്നെങ്കിൽ എനിക്ക് ഡബ് ചെയ്യാനും പറ്റില്ലായിരുന്നു, വിറയ്ക്കുകയും ചെയ്തേനെ. ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് വന്നു. ജമുന പ്യാരിന്റെ ആ ആടുകളെ തേടിയുള്ള അന്വേഷണവും, പിന്നെ ആ ഒരു പ്രണയം തുറന്നു പറയുന്ന ആ ഒരു സീനൊക്കെ ഭയങ്കര ഗംഭീര. അത് ഭയങ്കരമായിട്ട്, കാരണം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന സീനുകളുണ്ടാവും എല്ലാ സിനിമയിലും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയിലെ സീനുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ അതല്ലേ സത്യാവസ്ഥ. അപ്പൊ ആ പ്രണയം പറയുന്ന ഒരു രീതി തന്നെ ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടം വാസുവിനെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം വാസുവിനെയാണ്. വാസുവിനോട് ജീവിക്കാൻ എനിക്കിഷ്ടം. ഇങ്ങനെ പലരും ജീവിതത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഗായത്രിന്റെ ഈ തുറന്നു കുറച്ചിൽ അവർക്ക് ഒരു പ്രയോജനമായി മാറട്ടെ. പിന്നെ ഇങ്ങനെ പറയണം, അപ്പോഴേ എന്താ പറയാ ആ മറ്റാൾക്ക് അത് കൊള്ളുള്ളൂ. അതായത് നമ്മൾ മനസ്സറിഞ്ഞു, അതായത് നിന്നെ ഞാൻ പ്രേമിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ ഒരാൾ തിരിഞ്ഞു ഉള്ളത് ധൈര്യമായിട്ട് നാച്ചുറൽ ആയിട്ട് പറയാ. അപ്പൊ ആർക്കായാലും ഫീൽ ചെയ്യും. സത്യം. ഇതിനിടയ്ക്ക് മിസ് കേരള ആയിരുന്നു. മിസ് കേരളയാണ്. അഹങ്കാരം ഒന്നും ഇല്ലെന്നേ ഉള്ളൂ, ഇത്തിരി പൊട്ടത്തരൊക്കെ ഉണ്ടെന്നുള്ള കയ്യില്. മിസ് കേരളയാണ് കണ്ട, നമ്മൾ പറയത്തില്ലെങ്കിലും ആള് പുലിയാണ്, പുപ്പുലി. എനിവേ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു സിനിമയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിന്. പിന്നെ താങ്കൾക്ക് സന്തോഷമുണ്ട്. അതുപോലെ ആ ഭാഗമായ ഒരു സിനിമ വൻ ഹിറ്റായി ഞങ്ങൾക്കത് കാണാൻ സാധിച്ചതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2 കൈ നീട്ടി ഞങ്ങൾ ജമുന പേരെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പൊ പലരും ജമുന പേര് എന്ന് പറഞ്ഞാൽ ആടിനെ തപ്പി നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ ആടിനെ ഇനി എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് സീരിയസ്ലി. കാരണം ആൾക്കാർക്ക് ആടിനോട് വരെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കും. കാരണം ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അതിനെ വരെ ആൾക്കാർ തേടാൻ തുടങ്ങിയിരിക്കുന്നു. എനിവേ, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഒരു സിനിമയെ പറ്റിയും? ഈ സിനിമ എന്ന് പറയുമ്പോ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. അതായത് എല്ലാവർക്കും അവരുടെ നാച്ചുറാലിറ്റി പുറത്തേക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഞാനാണെങ്കിൽ തൃശ്ശൂരുകാരി, എനിക്ക് തൃശ്ശൂർ ഭാഷ പറയാൻ പറ്റി. പക്ഷെ അതേസമയം ജോയ് മാത്യു അങ്കിൾ ഇതില് കോഴിക്കോടുകാരനാണ്, ശരിക്കുള്ള ലൈഫിലും കോഴിക്കോടുകാരനാണ്. അപ്പോൾ അങ്കിളിനും ഭയങ്കര നാച്ചുറലൈസ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര നല്ല ക്യാരക്ടേഴ്സാണ്. ഒരു ക്യാരക്ടർ പോലും വില്ലനായിട്ട് ചെയ്ത രഞ്ജി സർ, ആ ക്യാരക്ടർ ഭയങ്കര പൊട്ടയാണ്. അത് അത്രയും പൊട്ടയായി തോന്നാൻ കാരണം രഞ്ജി സാറിന്റെ അഭിനയം കാരണം തന്നെയാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഡിഫറെന്റ് വില്ലൻ, നല്ലൊരു വില്ലനാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. കോമഡി പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്ത കോമഡികളൊന്നും, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന നുറുങ്ങ് തമാശകളാണ് ഈ സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും കാണുക, പ്രാർത്ഥിക്കുക, എൻജോയ് ചെയ്യുക, ചിരിക്കുക. ഓക്കെ, എനിവേ ഗായത്രി, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മലയാളം ഇൻഡസ്ട്രിയിൽ ഇനിയും ഒരുപാട് പടങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.